ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ടോൾ പിരിവിനുള്ള സ്റ്റേ നീക്കണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ടോൾ പിരിവിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ടോൾ പിരിവ് പുനരാരംഭിക്കാനായി പ്രാദേശിക റോഡുകൾ നന്നാക്കുന്നതുവരെ കാത്തിരിക്കാൻ കഴിയില്ല എന്ന് ദേശീയപാത അതോറിറ്റി കോടതിയിൽ പറഞ്ഞു. കോടതിയുടെ തീരുമാനത്തെ ജനങ്ങൾ സ്വാഗതം ചെയ്തു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ നിർത്തിവെച്ച ടോൾ പിരിവ് പുനരാരംഭിക്കണമെന്ന ടോൾ കമ്പനിയുടെ ആവശ്യം ഹൈക്കോടതി ഇന്നും അംഗീകരിച്ചില്ല. കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളാൻ കഴിയൂ എന്നുള്ളതാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ടോൾ പിരിവ് നിർത്തിവെച്ചതിനെതിരെ ടോൾ കമ്പനിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും തങ്ങളുടെ നിലപാട് അറിയിച്ചു. പ്രാദേശിക റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ കഴിയില്ലെന്നുള്ളതാണ് ടോൾ കമ്പനി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഓരോ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇങ്ങനെ ടോൾ പിരിവ് നിർത്തിവെക്കുന്നത് ശരിയല്ലെന്നും കേന്ദ്ര സർക്കാരും ബാധിച്ചു. പക്ഷേ ഹൈക്കോടതി കൃത്യമായ ഒരു നിലപാട് തന്നെ എടുത്തിരുന്നു. നേരത്തെ തന്നെ ടോൾ കമ്പനി ടോൾ പിരിവ് നിർത്തിവെച്ചതിനെതിരെ സുപ്രീം കോടതി സമീപിച്ചിരുന്നെങ്കിലും അവിടെ നിന്ന് തിരിച്ചടിയാണ് ഉണ്ടായത്. പ്രധാനമായിട്ടും ഈ റൂട്ടിൽ 5 ഇടങ്ങളിലാണ് അടിപ്പാത നിർമ്മാണം നടക്കുന്നത്. ഈ 5 ഇടങ്ങളിലെ നിർമ്മാണത്തെ തുടർന്നാണ് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയും അതിന്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ടോൾ പിരിവ് നിർത്തിവെപ്പിച്ചത്. ഇപ്പോൾ ഈ 5 സ്ഥലങ്ങളിലും അടിപ്പാത നിർമ്മാണം നടക്കുന്ന 5 സ്ഥലങ്ങളിലെയും സർവീസ് റോഡുകളുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇനിയും നിർമ്മാണം പൂർത്തിയാകാനുണ്ട് എന്നുള്ളതാണ്. ഹൈക്കോടതി പണി തരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഹൈക്കോടതി പറഞ്ഞത് കറക്റ്റാണ്. ജനങ്ങളുടെ വിശ്വാസം അത് തന്നെയാണ്. എന്തുണ്ടെങ്കിലും ഹൈക്കോടതി ഇപ്പോൾ വെച്ചാൽ നിലവിലുള്ളത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഈ സർവീസ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ അടിപ്പാതയുടെ നിർമ്മാണവും നടക്കുന്നത്. അപ്പോൾ ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും കൂടുതൽ സ്ഥലങ്ങൾ സർവീസ് റോഡിലേക്ക് നിർമ്മാണവുമായി ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ വീഴുന്നുണ്ട്. അതിന്റെ കുറച്ച് ഭാഗം കൂടി ആ നിർമ്മാണം നടത്തുന്നവർ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ പ്രയാസം ഈ ഗതാഗത കുരുക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഈ ശാശ്വത പരിഹാരം വേണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. നമ്മൾ നല്ല റോഡും കാര്യങ്ങളൊക്കെ ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ലാണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ടോളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ലേ? ഇതിപ്പോൾ ഇത് എങ്ങനെ പറയാ, നമ്മളിത് ഇപ്പം എത്ര സ്ഥലത്താണ് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ക്ലിയർ ആയിട്ട് പോകാൻ പറ്റുന്ന വഴിയാണെന്നുണ്ടെങ്കിൽ ടോള് കൊടുത്ത് പോകുന്നതുകൊണ്ട് വിരോധമില്ലേ? കളക്ടർ നൽകുന്ന അടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഹൈക്കോടതി സ്റ്റേ തുടരണമോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ജനങ്ങൾക്കുണ്ടായ പ്രയാസങ്ങൾ, വാഹനയാത്രക്കാർക്കുണ്ടായ പ്രയാസങ്ങൾ എത്രയും വേഗം പരിഹരിക്കണമെന്നുള്ള ശക്തമായ നിലപാട്, ഹൈക്കോടതി നിലപാട്, അത് ഗുണപ്രദമാകും എന്നുള്ള വിശ്വാസത്തിലാണ് വാഹന യാത്രികർ. ജോഷി മാധുരവം, എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.